ഞാൻ ഈ ശിവനെ വിളിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാനിവിടെ ഒരു ഗണപതി അമ്പലത്തിൽ പോകുമായിരുന്നു. മോറിയ ഗോസാവി എന്ന അമ്പലത്തിന്റെ പേര്. അത് അവിടെ ഗണപതി ഡയറക്റ്റ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവരുടെ വിശ്വാസം 800 years ബാക്കിൽ. അപ്പൊ അവിടെ 8 ഗണപതികളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 2 ശിവലിംഗമുണ്ട്. അപ്പൊ അവിടുത്തെ ശിവനെ പൂജിക്കാനാണ് അവിടെ പോയിട്ട് അഭിഷേകം ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം പോവും, അഭിഷേകം ചെയ്യും. അങ്ങനെ എനിക്ക് ആ ഗണപതിയോടൊരു ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ ഏക ദൈവമാണ് ശിവനാണ്. ഏകദൈവത്തിന്റെ കൂടെ ഒരു ഗണപതിനെയും ഞാൻ ചേർത്തു. ഗണപതി ഇരിക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ഗണപതിയോട് പ്രാർത്ഥിച്ചു, ഗണപതിനെ ഞാൻ പൂജ ചെയ്യും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഗണപതി ഞാൻ വെക്കണ കറുക വന്ന് കഴിക്കണം. കറുക കഴിക്കുകയാണെങ്കിൽ മാത്രമേ പൂജ ചെയ്യില്ല. ഗണപതി അല്ലല്ല, ഹരിയാലി എന്ന് പറഞ്ഞൊരു ഇതിട്ടുണ്ട്. ഇവിടെയൊക്കെ വെക്കുക ഹരിയാലി, പുല്ല് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കണ അത് ഗണപതി. പുല്ല് മാലയായിട്ടല്ലേ ഇടുന്നത്? മാലയായിട്ട് ഇടും, കറുകമാല. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്റെ ഒരു അറിവില്ലായ്മ അത്രേ വിവരമുള്ളൂ അന്ന്. ഞാനത് പറഞ്ഞു. ഞാൻ എന്നിട്ട് പൂജ ചെയ്തു. ഞാൻ 9:30 പൂജാമുറി പൂട്ടി വീട്ടിൽ പോയി. വീട് താഴെ, പൂജാമുറി മുകളിലാണേ. അങ്ങനെ ഞാൻ അവിടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വന്ന് നോക്കണു, കറുക കാണാനില്ല. കറുക അവിടെ പോയി. അപ്പൊ വീണ്ടും പൂജ ചെയ്ത് വീണ്ടും കറുക വെച്ചു, ആ കറിയും കാണാനില്ല. അങ്ങനെ 4 ദിവസമായി, 4 ദിവസം കറുകയില്ല. അപ്പൊ ഇതെന്ത് പറ്റി? അപ്പൊ എനിക്കൊരു വിശ്വാസമില്ല, ഗണപതി വന്ന് ഈ കറി എടുക്കുന്ന എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഒരു വിശ്വാസമില്ലാണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കറുക കാണാനില്ല. അങ്ങനെ വന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഒളിച്ചിരുന്നു കറുക എവിടെയാ പോകണം നോക്കാൻ. അപ്പൊ ഞാൻ നോക്കണു, ഒരു വലിയ എലിയും ഒരു ചെറിയ എലിയും കൂടി വരുന്നു. ചെറിയ എലി ഇങ്ങനെ ഒളിയോടി ഉരുണ്ടുരുണ്ട് പന്ത് വരെ വരുന്നു, മുകളിലേക്ക് പോണു. എന്റെ കറുക അവിടെ പോയിട്ട് എടുക്കണു. അപ്പൊ ഈ എലിയാണ് ഗണപതിയുടെ വാഹനം എന്നത് എന്റെ ബ്രെയിൻ ആ സമയത്ത് മറക്കുകയും ഞാനൊരു ചൂലെടുത്ത് അതിനടിക്കുകയും ചെയ്തു. അതോടുകൂടി ഗണപതി പിണങ്ങുകയും എനിക്ക് വിഘ്നം ആവുകയും ചെയ്തു. എന്റെ കർമ്മത്തിൽ വിഘ്നം വന്നു. ഒരുപാട് വർഷങ്ങൾ വിഘ്നായി. അപ്പൊ പക്ഷെ ഈ ശിവനാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. ഗണപതി വിഘ്നാണെങ്കിലും ശിവൻ രക്ഷപ്പെടുത്തും. പിന്നീട് ഞാൻ മാരേജ് ചെയ്തപ്പോ ഒരു ഗുരു ഞങ്ങളോട് പറഞ്ഞു, 21 ചതുർത്ഥി എടുക്ക്, ഗണപതിയുടെ പ്രീതി മറിഞ്ഞാൻ്റെ. അങ്ങനെ 21 ചതുർത്ഥി എടുത്തു, ഗണപതി പ്രീതിപ്പെട്ടു. ഇപ്പൊ ഗണപതി ഇവിടെ ഉണ്ട്, ഞാൻ ദിവസം പൂജ ചെയ്യുന്നുണ്ട്. ഞാൻ ഗണപതിക്ക് ശർക്കരയും പഞ്ചാരയൊക്കെ വയ്ക്കും. അത് മുഴുവൻ പഞ്ചാര അത് മുഴുവൻ ഗണപതി കഴിക്കണ്ടട്ടാ. അത് എറുമ്പായിട്ടാണ്. അപ്പൊ ഞങ്ങളിപ്പോ പരീക്ഷണത്തിന് ഈ എറുമ്പ് എവിടെന്നാ വന്നേ, താഴത്തുനിന്ന് വന്ന കാണാനില്ല. ഇനി ഈ പ്രതിമയുടെ അടിയിലുണ്ടോ, കാണാനില്ല. എവിടെയും കാണാനില്ല പ്രതിമ. പക്ഷെ ആ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് പ്രത്യക്ഷപ്പെടും. എറുമ്പുകൾ നിറയെ വരും, 10-100 ഉണ്ടാവും. അത് വന്ന് ഇത് കഴിച്ചിട്ടു. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടില് എനിക്ക് വീടില്ല. അപ്പൊ നാട്ടിൽ പോയപ്പോ ഞാനൊരു വീട് വാങ്ങിച്ചു. അവിടെ ഒരു ഗണപതി ഹോമം ചെയ്തു. ഈ ഗണപതി ഹോമം ചെയ്തപ്പോ വീട് ഫുൾ കറുത്ത ഉറുമ്പ്. അപ്പൊ ഉറുമ്പിനെ കളയണ്ടേ. അപ്പൊ ഞാൻ ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നടന്നാൽ ഞങ്ങൾ തല്ലും, ഞങ്ങൾ ചൂലെടുത്ത് അടിക്കും, നിങ്ങൾ ചാവുകയും ചെയ്യും. അപ്പൊ അത് പോണെങ്കിൽ നിങ്ങൾ വീടിന് പുറത്ത് വേണം. അപ്പൊ ഉറുമ്പ് പോകൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീടിന് പുറത്ത് കുറച്ച് പഞ്ചാര കൊണ്ടുവച്ചു. അവിടെ തന്നെ ഈ ഫുൾ ഉറുമ്പ് അതിലേക്ക് വന്നു. പിന്നെ അവർ വീട്ടിലേക്ക് കയറി. ഞങ്ങൾ അവിടെ താമസിച്ച അത്രയും ദിവസം അവർ വീട്ടിൽ കയറിയില്ല. ഞാൻ ദിവസം പഞ്ചാര കൊടുക്കും അവർക്ക്. അപ്പൊ അങ്ങനെ അതൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഗണപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ചില അതിശയങ്ങൾ ഗണപതിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗണപതിയെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഈ വിഘ്നം മാറ്റുന്ന ഗണപതിയാണല്ലോ. അപ്പൊ ഒരു ഗുരു പറഞ്ഞിട്ടാണ് ഞാൻ ഗണപതിനെ കൂടുതലായിട്ട് ഇപ്പൊ ശിവനും ചെയ്യുന്നുണ്ട് കേട്ടോ, 2 പേരും ചെയ്യുന്നുണ്ട്. ഗണപതിനെയാണ് കൂടുതൽ ചെയ്യണത്. നിങ്ങൾ എന്നോട് പറഞ്ഞു, കുറെ നാൾ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ദൈവങ്ങളോട് ചോദിക്കുകയായിരുന്നു, ഞാനിത് ഇങ്ങനെയൊരു ഇന്റർവ്യൂ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനാണ് ഗണപതി പറഞ്ഞ ഓക്കെ. അപ്പൊ വേറൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. മഹാവിഷ്ണുവിൽ നിന്നാണ് ആ അനുഭവം ഉണ്ടായത്. ഞാൻ ഇങ്ങനെ വീട്ടില് ഞാൻ പൂജ ചെയ്തിരുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ പൂജയിലെ വേറെ ആൾ ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അപ്പൊ ഞാൻ ഇന്ന്
ഇത് പൂജ. അപ്പൊ ഒരു ദിവസം എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു അവര് നാട്ടിൽ പോകണ്, എന്നോട് പൂജ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞു, വീട്ടിൽ താമസിച്ചു. പൂജ എനിക്ക് ഏകദൈവം പിന്നെ ഗണപതിയുള്ളൂ. അപ്പൊ ഇത് വന്നപ്പോ ഇത് മഹാവിഷ്ണു ഉണ്ട്, പിന്നെ അവിടെ ശിവൻ വേറെ ഉണ്ട്, പിന്നെ വെങ്കടാചലപതി ഉണ്ട്, പിന്നെ ദേവി, മുരുകൻ, അയ്യപ്പൻ എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരെയും ഞാൻ പൂജിക്കണം. അങ്ങനെ അപ്പൊ എനിക്ക് എല്ലാവരും പൂജിക്കുമ്പോൾ കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല എനിക്ക്, മനസ്സിലായി. മുകളിലാണ് പൂജാമുറി, അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴത്ത് കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാം താഴത്ത് കൊണ്ടുവന്ന് വെച്ച് പൂജയും ചെയ്യും, കൂട്ടത്തിൽ കുക്കിങ്ങും ചെയ്യും. ഞാൻ ഒറ്റയ്ക്കുള്ളൂ അവിടെ. അങ്ങനെ ഇരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ എൻ്റെ അച്ഛനും അമ്മയും വന്നു. 7 മണിക്ക് വന്നു. അവർ ട്രെയിൻ രാവിലെ ആയിരുന്നു. അപ്പൊ 7 മണിക്ക് അവരെത്തി. ഈ പൂജ ദൈവങ്ങളെ കണ്ടതും അമ്മയ്ക്ക് ദേഷ്യം വരികയും അമ്മ പറഞ്ഞു ഇപ്പൊ തന്നെ ഈ പൂജ, ഈ പ്രതിമകളാണ് ചെറിയ ചെറിയ, ഇതിനെ ബിംബങ്ങളെ എടുത്ത് പൂജാമുറി ഇപ്പൊ തന്നെ കൊണ്ടുവയ്ക്കണം. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ കുളിച്ചിട്ട് ഇത് എടുത്ത് മാറ്റി അവിടെ കൊണ്ടുവച്ചോളാം. അമ്മ അംഗീകരിച്ചില്ല. ഇപ്പൊ എടുക്കണം, എനിക്ക് ഇവിടെ അടിച്ചു വാരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തോയി, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ദൈവങ്ങളോട് സംസാരിക്കാൻ പറ്റും, മനസ്സുണ്ട്. ഭഗവാനെ ഇനി ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്നാണ് ഞങ്ങളുടെ ഈ ഫാക്ടറിയുടെ സ്ഥലത്ത് തെങ്ങുണ്ട്. പെട്ടെന്ന് നോക്കണം, ആ 7 മണി സമയത്ത് ഗേറ്റില് തെങ്ങ് കയറാൻ ആള് വന്നിരിക്കും. അപ്പൊ അമ്മ എന്ത് ചെയ്തു, തെങ്ങേറ്റക്കാരൻ്റെ അടുത്തേക്ക് പോയി. അമ്മ എന്നോട് പറഞ്ഞു നീ ഇതൊക്കെ എടുത്തു മാറ്റി, ഞാൻ തെങ്ങ് എരിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരാം. അപ്പൊ ഈ തെങ്ങ് കയറുന്ന ആളെങ്ങനെയാ വെച്ചാൽ തേങ്ങ എടുത്ത് താഴത്തേക്ക് ഇടും. അങ്ങനെ അതിലത്തെ ഒരു തേങ്ങ വന്ന് അമ്മയുടെ കൈമ മുട്ടുകയും കൈ സ്പ്രെയിൻ ആവുകയും അങ്ങനെ അമ്മയ്ക്ക് അടിച്ചു വാരണ പരിപാടി അതോടുകൂടി ഇല്ലാണ്ട്. അമ്മ പറഞ്ഞു ഭഗവാൻ എന്നെ ശിക്ഷിച്ചാണ് നിന്നോട് ഇത് എടുത്തു മാറ്റാൻ പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ ഈ ഭഗവാൻ ഇത് കേട്ടു, അമ്മ എന്നെ ചീത്ത വിളിക്കുന്ന ഭഗവാൻ കേട്ടു. ഭഗവാൻ തെങ്ങേറ്റക്കാരനെ കൊണ്ടുവന്ന് അമ്മയുടെ കൈമ തേങ്ങ വീണ് കൈ സ്പ്രെയിനായി, കൈ അനക്കാൻ പറ്റാണ്ടായി. അതോടുകൂടി അടിച്ചു വാരണ പണി ഇല്ലാണ്ടായി. അപ്പൊ ഓരോ ദൈവവും വേറെ വേറെയാണ്, അതിന്റെ എനർജിയും വെവ്വേറെയാണ്. അല്ലാണ്ട് എല്ലാ ദൈവങ്ങളും ഈ യേശു ഇതൊന്ന അങ്ങനെയല്ല, അതൊക്കെ എനർജി വേറെയാണ്. യേശുവിന്റെ എനിക്ക് അനുഭവങ്ങളുണ്ട്, മനസ്സിലായ. അപ്പൊ ഇതിന്റെ ഉണ്ട് മുസ്ലിം പള്ളിയിൽ ഞാൻ പോയിട്ട് എവിടെയാ എനർജികളാണ് അതൊക്കെ. അപ്പൊ എല്ലാം ഒന്നാന്ന് പറയുന്നത് തെറ്റാണത്. എല്ലാം വെവ്വേറെയാണ്, വേറെ വേറെ എനർജിയാണത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു അനുഭവം മഹാവിഷ്ണുവിന്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ കുളിച്ചു വന്ന് അതൊക്കെ എടുത്ത് മോളിൽ കൊണ്ടുവച്ച് പൂജ ചെയ്തു. അപ്പൊ എനിക്കുള്ള ഒരു വിഷയങ്ങൾ എന്തൊക്കെയാ വരുന്നത് വെച്ചാൽ, ഈ വീട്ടിലെ ദൈവങ്ങളെ എന്നോട് പറയും നീ വന്ന് പൂജ ചെയ്യാം. എന്റെ മനസ്സിലാ കേൾക്കും എനിക്ക്. ഞാൻ ശിവനെ മാത്രമല്ലേ പൂജിക്കുള്ളൂ. അപ്പൊ അവര് പറയും, അപ്പൊ അച്ഛൻ തന്നെ പറയും നീ പൂജാമുറി ഏറ്റെടുക്ക്. ഞാൻ പറയാം എന്റെ ഏകദൈവമാണ്. ഏകദൈവത്തിൽ നിന്ന് നമുക്ക് എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ഈ ദൈവങ്ങളിൽ നിന്ന് സമ്പത്തും ഐശ്വര്യവും ഞാൻ എനിക്ക് കാറും സ്കൂട്ടറും എല്ലാം ആയി. പിന്നെ ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ അതുവരെ വെജ് കഴിക്കില്ലായിരുന്നു. ഹോട്ടലിൽ പോയില്ല, വീട്ടിൽ നിന്ന് കഴിക്കുള്ളൂ, അങ്ങനെയായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ എനിക്ക് ഈ സമ്പത്തൊക്കെ ആയി കഴിഞ്ഞപ്പോ കുറച്ച് എന്തായി, കുറച്ച് നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമില്ല എന്നായി. അപ്പൊ ആ സമയത്ത് അച്ഛനും 2009 പോയി. അപ്പൊ എന്റെ ഈ സ്ഥാപനം ഞാനൊരു പതിവ് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ കുറച്ച് പൈസക്ക് ഇതായി. അപ്പൊ ഞാൻ പണിക്ക് പോകണ്ടായി, പൈസ കിട്ടുമല്ലോ. അങ്ങനെയായി. അപ്പൊ എനിക്ക് ഞാൻ നോൺ വെജ് കഴിക്കാൻ തുടങ്ങി. നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയപ്പോ എന്തായി, എന്റെ ഈ സ്പിരിച്വൽ എനർജി പതുക്കെ കുറയാൻ തുടങ്ങി. പിന്നെ ഞാൻ പൂജകളൊക്കെ നിർത്തി കറങ്ങാൻ പോകാൻ തുടങ്ങി. ഭാര്യ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കറങ്ങാൻ, ഇവിടെ വാടകയ്ക്ക് കാശ് കിട്ടാൻ കാശും കൊണ്ട് കറങ്ങാൻ പോവാ അവിടെ ഇവിടെയൊക്കെ. അമ്മ കാശ് ചെലവാന്ന് മേടിച്ച് അമ്മ ഇതിന്റെ പകുതി കാശ് അമ്മ വാങ്ങിച്ചു. അമ്മ അതും കൊണ്ട് ഗുരുവായൂർക്കും പോയി ഗുരുവായൂർ താമസാക്കി. അപ്പൊ അമ്മയുടെ കാശ് സേഫ് ആക്കി, നമ്മുടെ കാശ് നമ്മൾ അങ്ങോട്ടൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെ വന്നപ്പോ നമ്മളുടെ ഈ ഉണ്ടായ സമ്പത്തൊക്കെ പതുക്കെ പോവുകയും, ഈ കാർ പോയി, സ്കൂട്ടർ പോയി, അങ്ങനെ ഓരോന്ന് പോയി. അങ്ങനെ ഈ വാടകക്കാരും പോയി. അങ്ങനെ നമ്മൾ പതുക്കെ ഡിമ്മാവുകയും 2013 ഈ വാടകക്കാർ പോയി.
പിന്നെ നമ്മൾ കുറച്ച് സാമ്പത്തികമായി താഴേക്ക് പോയി. ഡിമായി 14, 15, 16 അമ്മ പോയി, 2016. അപ്പൊ ഞാൻ ആകെ ഇതായി. കാരണം അമ്മ ഉള്ളപ്പോ ആരെങ്കിലുമൊക്കെ പൈസ തരും, സഹോദരി തരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ തരും. ഇപ്പൊ ആരും ഇല്ലാത്ത അവസ്ഥയെ. അപ്പൊ അങ്ങനെ വന്നപ്പോ അപ്പൊ ഇതിന് ഈ ശിവനെ ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തില് ഒരു ദിവസം ഒരു ഗുരുവിനെ കാണാൻ പോയപ്പോ അയാള് പറഞ്ഞു കല്യാണം ശരിയാവാണ്ടായപ്പോ. കല്യാണം ശരിയാവാണ്ടായപ്പോഴാണ് ഞാൻ ഒരു ഗുരുവിനെ ഒരാൾ പറഞ്ഞിട്ട് പോയതാ. അവിടെ ചെന്നപ്പോ അയാള് പറഞ്ഞു ഈ ദേവീനെ ഭജിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭദ്രകാളി മന്ത്രം തന്നു, ഭദ്രകാളീനെ ഭജിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചു കേട്ട് ഭദ്രകാളി ഭയങ്കര ഡേഞ്ചറാണ്, അതിനെ ഭജിക്കാൻ പോയ അപകടമാണെന്നാണ് ഞാൻ വായിച്ചു കേട്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കേട്ടിട്ട് ഞാൻ ഭദ്രകാളീനെ വിളിക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ രാത്രി എന്റെ സ്വപ്നത്തില് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. നീല കളറുള്ള അമ്മ പ്രത്യക്ഷപ്പെട്ടു. മോനെ, നീ എന്തിനാ എന്നെ ഭയക്കണ്, നീ എന്നെ ഭജിക്കുന്നു. ഉടനെ എനിക്ക് ധൈര്യം വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പർട്ടിക്കുലർ വീട്ടിലിരുന്ന് ശിവനെ പൂജിച്ചതിന് ശേഷം രാത്രി ഈ ഭദ്രകാളിയുടെ മന്ത്രം ആദ്യം 100 മന്ത്രം ജപിച്ചു ആദ്യ ദിവസം. അങ്ങനെ 50 ദിവസം ജപിക്കാൻ തീരുമാനിച്ചു. 1,00,000 ഞാൻ അതിനെ കണക്ക് കൂട്ടി. 50ാമത്തെ ദിവസം 1,00,000 ആവണം ആ കണക്കിന്. 50ാമത്തെ ദിവസം ഇത് 5000 മന്ത്രമായി മാറും. അപ്പൊ ഇത് 1,00,000 ആക്കണ രീതിയിൽ കണക്ക് കൂട്ടിയത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ഇതിനെ ഇത് സിദ്ധി വരുത്തി ഇങ്ങനെ ജപിച്ച് 5000 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് പുലർച്ചെയാവും കേട്ടോ. ഇത് നേരം വെളുക്കും ഇത് ജപിച്ച് തീരുമ്പോ. അപ്പൊ അങ്ങനെ എനിക്ക് ദേവിയുടെ സിദ്ധിയും കൂടി എനിക്ക് വന്നു ചേർന്നു. അപ്പൊ ദേവി എന്റെ കൂടെ വന്നു ചേർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഇങ്ങനെ കഷ്ടം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഭാര്യയോട് പറഞ്ഞു, അമ്മ മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, അമ്മ സാധാരണ അമ്മയൊക്കെ മരണപ്പെട്ടു പോയാൽ കുറച്ചു നാൾ ഈ പൂജ ചെയ്യില്ല. മരണപ്പെട്ടു പോയി, നമ്മൾ ഘട്ടത്തിലായി. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാനും ഭാര്യയും കൂടി പകല്, ശരിക്കും ഭദ്രകാളീനെയൊക്കെ ഭജിക്കുന്ന ആൾക്കാർ വൈകുന്നേരം ഭജിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പകലിരുന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെ ഭദ്രകാളിയുടെ സഹസ്രനാമം 1100 ഉണ്ട്, 1108 ഉണ്ട്. അപ്പൊ അങ്ങനെ 11 ദിവസം ഞങ്ങൾ അർച്ചന ചെയ്തു ഭഗവാൻ ഭദ്രകാളിയുടെ. അതിൽ ദേവി പ്രീതിപ്പെടുകയും എന്റെ ആ സ്ഥാപനം വീണ്ടും നല്ലൊരു വാടകയ്ക്ക് പോവുകയും വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിലാവുകയും അങ്ങനെ ഇപ്പൊ പിന്നെ നമ്മൾ വിട്ടില്ല അത്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ഒരു കുഴപ്പം അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ വന്നില്ലേ, കൊറോണയ്ക്ക് കുറച്ചു മുമ്പ് ഞാനെന്ത് പറഞ്ഞു, എനിക്ക് മഹാകുടേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൊല്ലം പോവുമായിരുന്നു. ഇപ്പൊ കൊറോണയിലെ പിന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ മഹാകുടേശ്വർ എന്നെ വിളിച്ചില്ല. ഈ നോൺ വെജ് കഴിച്ചാരാന്നുകൊണ്ട് അങ്ങേർക്ക് ദേഷ്യമായി. അപ്പൊ അങ്ങേരെ എന്നെ വിളിക്കാണ്ടായി. എനിക്ക് 2 ശിവനാണല്ലോ, ഒന്ന് മഹാകുടേശ്വരും ഒന്ന് ശിവനും. അങ്ങനെ അപ്പൊ മഹാകുടേശ്വരനെ വിട്ടിട്ട് ശിവനെ ഭജിക്കാൻ തുടങ്ങി. അപ്പൊ മഹാകുടേശ്വരൻ എന്നെ തീരെ വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു മഹാകുടേശ്വരത്ത് ഒന്ന് പോണം എന്തായാലും. അങ്ങനെ പോണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മഹാകുടേശ്വരത്ത് പോകണം തീരുമാനിച്ച പിന്നെ മുടി കെട്ടൂല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മഹാകുടേശ്വരത്ത് തീരുമാനിച്ചപ്പോ ഈ കൊറോണ വന്നു വിട്ടപ്പോ എനിക്ക് മഹാകുടേശ്വരത്ത് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ നോൺ വെജ് നിർത്തി വ്രതം എടുത്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി എനിക്ക് ഒരു 3 കൊല്ലമായി. അപ്പോഴേക്കും എന്റെ മുടി ഇത്ര, ഞാൻ അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. എന്റെ മുടി ഞാൻ മഹാകുടേശ്വരൻ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, മുടി നീളത്തില്. പിന്നെ ഞാനത് എല്ലാവരും പറഞ്ഞു കിഷോറും നല്ല ഭംഗിയുണ്ട് മുടി, പക്ഷെ മുടി പെണ്ണുങ്ങളുടെ ഈരി ശരിയാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനത് പഠിച്ചു വന്നു. മനസ്സിലായോ? നിയമമായിട്ടാണ് വരുന്നത്, അത് ശിവന്റെ ഒരു എനർജിയാണ് മുടി വരുന്നത്. അപ്പൊ അത് അങ്ങനെ ഞാൻ മഹാകുടേശ്വരത്ത് പോയി ഭഗവാനെ കണ്ട്. പക്ഷെ ഭഗവാൻ ആണ് ഫുൾ ഹാപ്പി അല്ല എന്നോടൊന്ന് എനിക്കും പിടികിട്ടി. ഇപ്പൊ ഞാൻ മഹാകുടത്ത് വരട്ടെ എന്ന് വെച്ചാൽ ഭഗവാൻ പറയും നീ വരണ്ടാന്ന്. ഇപ്പൊ ശിവൻ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ മഹാകുടേശ്വരന്റെ കൂടെ ഇല്ല, ശിവനാണ് കൂടിയുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ശിവനെ വിടാണ്ടിരിക്കണമെന്ന് വെച്ചാല് ഇപ്പൊ ഗണപതി പിണങ്ങിയാലും ഞാനൊരു കാര്യം വിചാരിച്ച ആ കാര്യം ശിവൻ എനിക്ക് നടത്തി തരും. മനസ്സിലായ? ഏത് ദൈവങ്ങൾ പിണങ്ങിയാലും ഭഗവാന്റെ കാര്യത്തിൽ ഒരു തടസ്സമില്ലാണ്ട് ആ കാര്യം നടക്കും എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭഗവാനെ ഒരിക്കലും വിടില്ല.
മഹാകുടേശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഭഗവാന്റെ തന്നെ ആകെ ഒരു ശിവനാണേ ഉള്ളൂ. അത് ഇന്ന് ഓരോ സ്ഥലത്ത് ഭഗവാൻ ജനിക്കുന്നതാണല്ല, 2 ഫോമാണ്. ഭഗവാന്റെ ഒരു അവതാരമാണ് ആ മഹാകുടേശ്വരൻ. അപ്പൊ അങ്ങനെ ദേവി ദർശനവും നമുക്ക് വന്നു ചേർന്നു. അപ്പൊ എല്ലാ ഇതുകളും അപ്പൊ അയ്യപ്പസ്വാമി അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു ചേർന്നാണ്. അയ്യപ്പസ്വാമി ഒരാൾ പറഞ്ഞു, നിങ്ങൾ അയ്യപ്പസ്വാമിനെ ഭജിക്കണം, എന്റെ അച്ഛൻ 16 കൊല്ലം ശബരിമലയ്ക്ക് പോയതാ. ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു പൂജ അയ്യപ്പസ്വാമിക്ക് കൊടുത്തപ്പോ ആ ആളില് പെട്ടെന്ന് അയ്യപ്പസ്വാമി അയാളുടെ മുകളിൽ കയറി. അയാള് പെട്ടെന്ന് ആള് മാറി, ആളുടെ ഇത് മാറി. അയാള് പറയണേ, അയാൾ എന്നോട് പറയണേ, നീ ശബരിമലയെ വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് ആത്മാസുഖ, ഇപ്പൊ ശബരിമലയ്ക്കൊന്നും വരാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ നിനക്കിപ്പൊ ആവശ്യത്തിന് സമ്പത്തുണ്ട്, എല്ലാണ്ട് നീ ശബരിമലയ്ക്ക് വന്നേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ശിവനോട് പറഞ്ഞു, എനിക്ക് ശബരിമലയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഒന്നാമത് അവിടെ മുഴുവൻ കുഴപ്പമായില്ലേ, പിണറായി വിജയന്റെ ഈ പ്രശ്നം അവിടെ കുഴപ്പങ്ങളായില്ലേ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് ശരിയാവില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, സ്വാമി എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോ നമ്മൾ വന്നോളാം. ഇപ്പൊ എനിക്ക് ആത്മകസുഖമൊക്കെ വന്നേ പിന്നീട് ഈ നോൺ വെജ് കഴിച്ച് ഇതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് ആ കാര്യങ്ങൾ. അപ്പൊ ഇനി ഓരോ ദൈവങ്ങള് ഓരോ സമയങ്ങളിൽ നമ്മുടെ കൂടെ വന്നു ചേരുകയും പിന്നെ അവരുടെ ഓരോ ദൈവവും വേറെ വേറെ അവരെ പവർ കാണിക്കും. ഇപ്പൊ ഈ അടുത്ത് ഈ കുറച്ച് ഒരു 2 മാസം മുമ്പ് ഞാനിങ്ങനെ ഭഗവാനെ ഈ മുരുകനെ പാദത്തിലേക്ക് അർച്ചന ചെയ്യും. അപ്പൊ ഞാൻ പാദത്തില് അർച്ചന ചെയ്യാൻ കുറച്ച് പൂ എടുത്തിട്ട് ഇങ്ങനെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ കണ്ടത് ഭഗവാന്റെ തലയിൽ പൂ വയ്ക്കാൻ മറന്നുപോയത്. ഉടനെ ഈ അർച്ചനയുള്ള പൂവിൽ നിന്ന് കുറച്ച് പൂവ് എടുത്ത് ഭഗവാന്റെ തലയിൽ വെക്കാൻ പോയപ്പോ ഭഗവാൻ ടക്കെന്ന് ദേഷ്യപ്പെട്ടു എന്റെ അടുത്ത്. എന്നെ ഈ കണ്ണില് വരിക ചെയ്യണം. അത് വിധിയല്ല. കാരണം അർച്ചന ചെയ്ത് പാദത്തിലിടാനുള്ള പൂവ് എടുത്ത് തലയിൽ വെക്കാൻ പോയപ്പോ അങ്ങനെ ദേഷ്യം വന്നു. അത് വിധിയല്ല. അത് വിധിയല്ല. അപ്പൊ ഞാൻ വേഗം താഴത്തിട്ട് ഇത് വെച്ചു. അപ്പൊ അതേപോലെ ഞാനിവിടെ ചെത്തിപ്പൂ 2 എണ്ണം എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് കിട്ടി. അപ്പൊ 2 ചെത്തിപ്പൂ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെത്തിപ്പൂ ഈ ഭഗവാന്റെ വിശ്വരൂപത്തും വയ്ക്കാം, 1 എണ്ണം ഗണപതിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഞാൻ കൃഷ്ണൻ പറഞ്ഞു, മറ്റേ ചെത്തിപ്പൂ കൃഷ്ണന് വേണം. അങ്ങനെ 2ഉം ഭഗവാൻ വാങ്ങിച്ചെടുത്തു. ഗണപതിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ ഓരോ ദേവതകള് അതായത് ഈ പൂ ഇന്ന ദേവതയ്ക്ക് എന്നുള്ളത് അതാ ശാസ്ത്രം, അത് സത്യമാണ്. അതാണ് വിധി. മനസ്സിലായോ? അത് തുളസി ഇത് ഈ ദേവതയ്ക്ക് എന്ന് പറഞ്ഞാൽ അതാ ദേവതയ്ക്ക് അത് സത്യമായ കാര്യമാണ്. അതവര് നമ്മളെ ഈ കണ്ട ചോദിച്ചു വാങ്ങും. അങ്ങനെയാണ്. അപ്പൊ ഈ ആളുകൾ പറയണ പോലെ അല്ല ഇതൊന്നും. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ, നമ്മൾ ഒരു ദേവതേനെ വിളിച്ച് പ്രീതിപ്പെടാൻ അതിൻ്റെതായ മന്ത്രങ്ങളും ഭജനകളും ഒക്കെ കണ്ടിന്യൂ ചൊല്ലിയ ആ ദേവത അത് പ്രീതിപ്പെട്ട സർവ്വദേവതയും നമ്മളോട് പ്രീതിപ്പെട്ടു. ദേവി പ്രീതിപ്പെട്ട ശിവനും ഒക്കെ പ്രീതിപ്പെട്ടു. മനസ്സിലായ? ശിവൻ പ്രീതിപ്പെട്ട ദേവി എല്ലാം പ്രീതിപ്പെട്ട് കഴിഞ്ഞു നമ്മളോട്. എന്നുവെച്ചാൽ 33 ദേവത നമ്മളോട് പ്രീതിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ 100 ദൈവങ്ങളെ പൂജിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ ദേവതനെ. അല്ലെ കുടുംബക്ഷേത്രത്തിലുള്ള അവിടെ കുറെ ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇരിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരാളെ പിടിച്ചാൽ മതി. മൊത്തം അത് മാത്രല്ല നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തരും ഈ ദേവതകള്. നമുക്ക് എന്താ വേണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് തരും. മനസ്സിലായ? ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണക്കിന് വെറും ജസ്റ്റ് പാസ്സാ SSLC 40 മാർക്കേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് പാസ്സായ ഞാൻ ഈ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ പോയി എഞ്ചിനീയറിംഗ് പണി ചെയ്ത് അതിന്റെ കാൽക്കുലേഷൻസ് മുഴുവൻ ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കിഷോർ ചെയ്താൽ മതി ഈ പണി കിഷോർ. അങ്ങനെ പറഞ്ഞ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ പണിയെടുത്ത് ഞാൻ സിവിൽ ചെയ്തു, കാർപ്പന്ററുടെ പണി ചെയ്തു, ചില്ല് വെക്കണമെങ്കിൽ ജനലേറെ ചില്ല് വെക്കാൻ അത് താൻ ചെയ്താൽ മതി. അതിന്റെ എന്നുവെച്ചാൽ എല്ലാം ഞാൻ പഠിച്ചു. കാർപ്പന്റർ പണിയും പഠിച്ചു, ചെത്തിത്തേക്കാനും പഠിച്ചു. ഒരു പ്രാവശ്യം സ്വീഡനിൽ നിന്നൊരു മെഷീൻ വന്നിട്ട് അതിന്റെ പെയിന്റ് കുറച്ച് പോയി. ആ പെയിന്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല.
അതിന്റെ മാനേജർ പറഞ്ഞു കിഷോർ ഇതിന്റെ പെയിന്റ് പോയി, പെയിന്റ് നിങ്ങൾ ഇത് അടിച്ചു തരണം. ഞാൻ പറഞ്ഞു സാറേ ഇത് പെയിന്റ് റോഡ് പറയണമെന്നല്ല, എനിക്ക് ഈ പെയിന്റ് ഞാൻ എവിടെ വാങ്ങിക്കാനാ കിട്ടാനാ. അപ്പൊ മാനേജർ പറയല്ലേ അതൊന്നും എനിക്കറിയില്ല, താൻ ഇത് പെയിന്റ് ചെയ്ത് തരാം പറ്റിയ പണി. അപ്പൊ ഞാൻ എന്റെ ഫിറ്ററോട് ചോദിച്ചു ഇതെങ്ങനെ പെയിന്റ് ചെയ്യും? അപ്പൊ ഈ പെയിന്റ് സ്വീഡനിൽ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ ആകെ ഒരു 50 ഗ്രാം പെയിന്റാ വേണ്ടത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഫിറ്ററോട് നമുക്ക് ഈ പെയിന്റ് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഒരു ബ്ലാക്കിഷ് ഗ്രീൻ കളറാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ഒരു ഗ്രീനും വാങ്ങിക്കാം, ഒരു ബ്ലാക്കും വാങ്ങിക്കാം, കുറച്ച് 25 ഗ്രാം. അത് വാങ്ങിക്കൊണ്ടെന്ന് ഒരു ഡബ്ബ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ചെറുതായി മിക്സ് ചെയ്ത് വന്നപ്പോ അത് മറ്റേ കളറായി മാറി. വേഗം അതുകൊണ്ട് അടിച്ചു. അപ്പൊ മാനേജറെ തനിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നോട് പറഞ്ഞു. അങ്ങനെ സർവത്ര ആ കമ്പനികൾ ഇന്റർനാഷണൽ കമ്പനിയാണ് കേട്ടോ, അതിന് 100 കമ്പനി ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല ഉള്ളത്, അത് ചൈനയിലുണ്ട്, അത് ബ്രസീലിലുണ്ട്, എന്ന് വെച്ചാൽ ഓൾ വേൾഡ് മുഴുവൻ ഉണ്ട് ആ കമ്പനി. അവിടുത്തെ ഫുൾ വർക്കും എന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് താഴെയുള്ള ഫുൾ വർക്കും എന്റെ കയ്യിലായി. ഏത് അവര് പറയും നിനക്ക് പറ്റാത്ത പണിയില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്കൊരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ദൈവവിശ്വാസം കാരണം ഞാൻ ഒരാൾക്ക് ബ്രൈബ് ചെയ്യില്ല. അങ്ങനെ കുഴപ്പം എനിക്കുണ്ട്. പിന്നെ ഒരു മാന്യമായ ഒരു രീതിയിലുള്ള കൊട്ടേഷൻ ഞാൻ കൊടുക്കുള്ളൂ, അല്ലാണ്ട് ഇയാളെ പറ്റിച്ച് കുറെ പൈസ അടിച്ചുകൊണ്ട് പോവാ അതെന്റെ കണക്കിലില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെയുള്ള ചില ആൾക്കാർ എന്റെ ശത്രുക്കളാവുകയും അവര് പറഞ്ഞു ഇവൻ ഈ ജപമാല പിടിക്കാനാണ് കുഴപ്പം, അതുകൊണ്ട് ഇവനെ കൊണ്ട് ജപമാല പിടിപ്പിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ജപമാല ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും, 1 നിമിഷം. അത് അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് എന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കാണ്ട് എന്നിട്ട് ഓടിക്കാം. ഈ കമ്പനിയാണെങ്കിൽ 1 കിലോമീറ്റർ നീളമുണ്ട്. അപ്പൊ അവര് ഇപ്പൊ ഈ നടുക്കല് പണിയാണെങ്കിൽ ആ അറ്റത്തേക്ക് വിളിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് അവിടെ 2 പണി കഴിഞ്ഞാൽ മറ്റേ അറ്റത്തേക്ക് കളിക്കും. അങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഓടിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യം മനസ്സിലായി, പിന്നെ എനിക്ക് മനസ്സിലായത് ഇവര് മനഃപൂർവ്വമാണ്. പിന്നെ അവരെന്നെ കാല് വാരി എന്റെ സൂപ്പർവൈസർ അവരെടുത്തു. എന്റെ സൂപ്പർവൈസർ എന്റെ ജോലിക്കാരെ മൊത്തന അവരെടുത്തു. അങ്ങനെ എന്റെ അവിടുത്തെ പണി ഇല്ലാണ്ടാക്കി അവര്. പക്ഷെ ഞാനപ്പോ ഇവിടെ വന്നിട്ട് ഭഗവാനോട് ചോദിച്ചു, വീട്ടിൽ നിന്നിട്ട് ഭഗവാനോട് ഞാൻ എന്ത് ചെയ്യും, പണി പോയി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു നീ ഭഗവാനെ വിളിച്ച് നടന്നാണ് നിന്റെ പണി പോയത്, പണി ശരിക്കും സമയത്തിന് ചെയ്തു കൊടുക്കണം, അല്ലെ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്നെ അമ്മയും ഈവൻ ഭാര്യ വരെ അമ്മയുടെ സൈഡിൽ നിന്ന് എന്നെ ഔട്ടാക്കി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ദേവീനെ വിളിച്ച ആ സെക്കൻഡില് എന്റെ കമ്പനിയുടെ മുമ്പിൽ 2-3 ആൾക്കാർ വന്നിട്ട് അവര് എന്റെ കമ്പനി വാടകയ്ക്ക് ചോദിക്കുകയും അവര് വാടക. അങ്ങനെയാണ് ഞാൻ പിന്നീട് രക്ഷപ്പെട്ടു പോയത്, തിരിച്ചു വന്നത്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാനോട് ഇനി ഞാൻ പണിയെടുക്കൂല, ഞാൻ ഈ വാടക കൊണ്ട് പൂജ ചെയ്തു. പക്ഷെ ഞാൻ ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ല, പകരം നോൺ വെജ് കഴിക്കാൻ പോയി. അതാണ് എന്റെക്ക് കിട്ടിയ തിരിച്ചടി. എല്ലാം പോയി എന്റെ. അപ്പൊ ഈ നോൺ വെജ് കഴിച്ചു, പിന്നെ തോന്നുന്ന പോലെയായി കുറച്ചു കഴിഞ്ഞപ്പോഴേ. അപ്പൊ അതോടുകൂടി എല്ലാം പോയി, കാറും പോയി, സ്കൂട്ടറും പോയി, ഒക്കെ പോയി. അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ കട്ട് ചെയ്യാം.